നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. വഖഫ് നിയമത്തിലെ ഭരണഘടനാ വിരുദ്ധമായ ഭേദഗതികൾക്ക് പിന്നാലെ RSSന്റെ ഭരണകൂടം അടുത്ത ലക്ഷ്യം വയ്ക്കുന്ന സ്ഥാവര ജംഗമ വസ്തുക്കൾ ആരുടേതാണ്? ക്രിസ്ത്യാനികളുടെ കയ്യിൽ കണക്കറ്റ സ്വത്തിരിക്കുന്നുവെന്നും പാട്ടക്കരാർ കഴിഞ്ഞ ആ സ്വത്തുവകകളെല്ലാം സർക്കാരിലേക്ക് കണ്ടുകെട്ടണമെന്നും വാദിക്കുന്ന ഹിന്ദുത്വ സംഘം ഇപ്പോൾ കൂടുതൽ ഉച്ചത്തിൽ സംസാരിച്ചു തുടങ്ങിയിരിക്കുന്നു. RSS മുഖമാസികയായ ഓർഗനൈസർ തന്നെ ക്രിസ്ത്യാനികളുടെ കയ്യിലിരിക്കുന്ന സ്വത്തിൻ്റെ കണക്കുകൾ നിരത്തി ലേഖനമെഴുതി. കേരളത്തിലെ സവിശേഷ രാഷ്ട്രീയ ലക്ഷ്യം പരിഗണിച്ച് ആ ലേഖനം അവർ പിൻവലിച്ചുവെങ്കിലും ആ കുറിപ്പ് തെറ്റായിരുന്നുവെന്നോ അവയൊന്നും തിരിച്ചുപിടിക്കേണ്ട സ്വത്തുക്കളല്ലെന്നോ RSS എവിടെയും പറയുന്നില്ല എന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. മുനമ്പവും ലവ് ജിഹാദുമൊക്കെ മുൻനിർത്തി കേരളത്തിൽ വലിയ ക്രൈസ്തവ സ്നേഹം വിളമ്പുമ്പോഴും ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികളെയും അവരുടെ ആചാരങ്ങളെയുമെല്ലാം ഇടവേളകളില്ലാതെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഹിന്ദുത്വർ. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വികാരിമാർക്കെതിരെ നടത്തിയ ആക്രമണവും ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച് മലയാളി കന്യാസ്ത്രീക്കെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തിയതുമെല്ലാം അവസാനത്തെ ഉദാഹരണങ്ങൾ. കേരളത്തിൽ കാസ പോലെയുള്ള വർഗീയ സംഘടനകൾ സംഘപരിവാരത്തിന് ഒപ്പം നിൽക്കുന്നതിനാൽ അവർ നമ്മളെ തേടി വരില്ല എന്ന് വിചാരിക്കുന്ന നിഷ്കളങ്കർ തിരിച്ചറിയേണ്ടത് അത്തരം സംഘടനകൾ തന്നെ സംഘപരിവാരമാണെന്നും അവ ദൗത്യം പൂർത്തിയാക്കി കഴിഞ്ഞാൽ തിരിഞ്ഞു നിൽക്കും എന്നതുമാണ്. വഖഫിൻ്റെ ബഹളമടങ്ങുമ്പോൾ ഹിന്ദുത്വ രാഷ്ട്രം നിർമ്മിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന കൂട്ടർ ഏതിലൊക്കെ കണ്ണുവയ്ക്കുമെന്ന്, എവിടേക്കൊക്കെ ബുൾഡോസർ കയറ്റുമെന്ന് ആഴത്തിൽ ആലോചിക്കാനുള്ള വൈകിയ വേളയാണ് ഇത്. വഖഫ് നിയമ ഭേദഗതി വലിയ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന സമയത്താണ് ആരുടെ കയ്യിലാണ് സ്വത്ത് അധികം എന്ന തലക്കെട്ടിൽ RSS മുഖമാസിക ലേഖനം പ്രസിദ്ധീകരിക്കുന്നത്. സർക്കാർ കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും അധികം സ്വത്ത് കൈവശം വെച്ചിരിക്കുന്നത് കാത്തലിക് ചർച്ചാണെന്നും ഏകദേശം 17 കോടിയിലധികം ഏക്കർ ഭൂമി കത്തോലിക്ക സഭയുടെ കൈവശമുണ്ടെന്നും ഈ ലേഖനം ആരോപിക്കുന്നു. കത്തോലിക്ക സഭ ഈ സ്വത്തെല്ലാം കൈക്കലാക്കിയത് നിയമാനുസൃത മാർഗങ്ങളിലൂടെ തന്നെയോ എന്ന ചോദ്യവും ഈ ലേഖനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സഭയുടെ ഉടമസ്ഥതയിലുള്ള സ്കൂളുകളും ആശുപത്രികളും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ചൂഷണം ചെയ്യുന്നുവെന്നും അവർക്ക് സൗജന്യങ്ങൾ നൽകി മതപരിവർത്തനത്തിന് വിധേയരാക്കുന്നുവെന്നും ലേഖനം പരാമർശിക്കുന്നു. മതം മാറുന്നവരുടെ ഭൂമി സഭ തന്ത്രപരമായി ഏറ്റെടുക്കുന്നുവെന്നും ഇങ്ങനെ നിയമവിരുദ്ധമായ ഏറ്റെടുക്കലുകൾ നിരവധി സംസ്ഥാനങ്ങളിൽ അരങ്ങേറുന്നുവെന്നും ലേഖനം ആരോപിക്കുകയാണ്. അടുത്ത ആക്രമണ ലക്ഷ്യം എന്താണെന്ന് വ്യക്തമാക്കുന്ന കൃത്യമായ ചില സൂചനകൾ ഓർഗനൈസറിൻ്റെ ലേഖനത്തിലുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്തെ ഔദാര്യങ്ങളാണ് കത്തോലിക്ക സഭയെ കൊഴുപ്പിച്ചത് എന്ന ദുഷ്ടലാക്കോടെയുള്ള നിലപാട് RSS മുഖവാരികയിലെ ലേഖനത്തിൽ കാണാം. ബ്രിട്ടീഷ് ഭരണകാലത്തെ പിഴവുകൾ തിരുത്തലാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച് പ്രവർത്തിക്കുന്നവരാണ് സംഘഭരണകൂടമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. സർക്കാർ കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ഭൂവുടമ വഖഫ് ബോർഡാണെന്ന് വർഷങ്ങളായി ഒരു പൊതുവിശ്വാസം നിലവിലുണ്ടെന്നും എന്നിരുന്നാലും രാജ്യത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ഡേറ്റയുമായി ഈ വിശ്വാസം ചേർന്നു പോകുന്നില്ല എന്നും RSS മുഖവാരിക പറയുന്നു. രാജ്യത്തുടനീളം വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ഭൂമിയുടെ ഉടമകളെ തിരഞ്ഞാൽ അതിൽ കത്തോലിക്ക സഭ മുന്നിലാണെന്ന് അവർ പറയുന്നു. 17.29 കോടി ഏക്കർ, അതായത് 7 കോടി ഹെക്ടർ ഭൂമി സഭയ്ക്കുണ്ട് എന്നാണ് RSS വാരികയുടെ ആരോപണം. സഭയുടെ സ്വത്തുക്കളുടെ ആകെ മൂല്യം ഏകദേശം 20,000 കോടി രൂപയാണ്. രാജ്യത്തെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സഭ ഒരു പ്രധാന കളിക്കാരനായി പ്രവർത്തിക്കുന്നുവെന്നും ഓർഗനൈസർ പറയുന്നു. 2012 കണക്കനുസരിച്ച് കത്തോലിക്ക സഭയ്ക്ക് 2457 ആശുപത്രികളുണ്ട്, 240 മെഡിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ് കോളേജുകളുണ്ട്, 28 ജനറൽ കോളേജുകളുണ്ട്, 5 എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്, 3765 സെക്കൻഡറി സ്കൂളുകളുണ്ട്, 7319 പ്രൈമറി സ്കൂളുകളുണ്ട്, 3187 നഴ്സറി സ്കൂളുകളുണ്ട് എന്നെല്ലാം കണക്ക് നിരത്തി പറയുന്നു ഓർഗനൈസർ. 927 ബ്രിട്ടീഷ് ഭരണകൂടം പാസാക്കിയ ഇന്ത്യൻ ചർച്ച് ആക്ട് വഴിയാണ് സഭയ്ക്ക് വൻതോതിൽ ഭൂമി കൈമാറിയതെന്ന് ലേഖനം ആരോപിക്കുകയാണ്. ആദിവാസി ഗ്രാമീണ സമൂഹങ്ങളിൽ നിന്നുള്ള ഭൂവുടമകളെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചതോ ചില സന്ദർഭങ്ങളിൽ
നിർബന്ധിച്ചതോ ആയ നിരവധി സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ടെന്നും മതപരിവർത്തനത്തിന് ശേഷം അവരുടെ ഭൂമി സഭയുമായി ബന്ധപ്പെട്ട സംഘടനകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഏറ്റെടുത്തുവെന്നാണ് ഓർഗനൈസർ പറഞ്ഞു വയ്ക്കുന്നത്. ഇവയെല്ലാം സഭ നിഷേധിച്ചാലും രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരം നിയമവിരുദ്ധ ഏറ്റെടുക്കലുകൾ നടന്നിട്ടുണ്ടെന്ന് ലേഖനം അടിവരയിട്ട് പറയുകയാണ്. ഒരു കാലത്ത് ഗോത്ര സമൂഹങ്ങളുടെ വകയായിരുന്ന ഗോത്രഭൂമികൾ ക്രമേണ വിവിധ കാരണങ്ങളാൽ സഭാ അധികാരികൾക്ക് കൈമാറിയ നിരവധി സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ടത്രേ. ഇവയെല്ലാം ഭാരതത്തിൻ്റെ സാമൂഹ്യ മത ഭൂപ്രകൃതിയിൽ മിഷണറി സ്ഥാപനങ്ങളുടെ പങ്കിനെക്കുറിച്ചുള്ള വലിയ ആശങ്കകൾ സൃഷ്ടിച്ചിരിക്കുന്നു എന്നും RSS മാസിക എടുത്തു പറയുകയാണ്. ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ചരിത്രപരമായ കാരണങ്ങളുണ്ട് എന്ന് പറയാതെ പറയുന്ന ലേഖനം അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കാനുള്ള ചരിത്രവും സ്വന്തമായി പടച്ച് പ്രസിദ്ധീകരിക്കുകയാണ്. RSSന്റെ മുഖപത്രത്തിൽ RSSന്റെ അല്ലാതെ അഭിപ്രായം വരുമോ? RSS എന്നാ പറഞ്ഞിരിക്കുന്നത്? ഏപ്രിൽ 3-ാം തീയതി ലോകസഭയിൽ വഖഫ് ബില്ല് പാസ്സാക്കിയ അതേ ദിവസം വഖഫ് ബില്ല് പാസ്സാകും. അത് കഴിഞ്ഞാൽ ഇത് തിരിച്ചു പിടിക്കാൻ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന 17.29 കോടി ഏക്കർ തിരിച്ചു പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇവർ ഈ ക്രൈസ്തവ ദേവാലയങ്ങളിൽ രത്നകിരീടമായി പോകുന്നതിൻ്റെയും ഈസ്റ്റർ ദിവസം കേക്കുമായി ക്രൈസ്തവ ഭവനങ്ങൾ സന്ദർശിക്കുന്നതിൻ്റെയും രഹസ്യം മനസ്സിലായല്ലോ. മുനമ്പം മുൻനിർത്തി കേരളത്തിൽ നീക്കുന്ന കരുക്കൾക്ക് തടസ്സമാകുമോ എന്ന് ഭയന്ന് പിറ്റേന്ന് തന്നെ ലേഖനം പിൻവലിച്ചുവെങ്കിലും അതിൻ്റെ ഉള്ളടക്കം തെറ്റാണെന്ന് പറയാനോ ക്രിസ്ത്യാനികളുടെ സ്വത്ത് അവരുടേതു മാത്രമാണെന്ന് സമ്മതിക്കാനോ സംഘമാസിക തയ്യാറായിട്ടില്ല. ക്രിസ്ത്യൻ സ്വത്തിനെതിരായ നീക്കം തൽക്കാലത്തേക്ക് ഒന്ന് മരവിപ്പിച്ചു എന്ന് മാത്രം. അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെ ഇതുവരെ ഓർഗനൈസറിലും പാഞ്ചജന്യത്തിലും കേസരിയിലുമൊക്കെ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങളുടെ കണക്കും സ്വഭാവവും പരിഗണിച്ചാൽ കാര്യങ്ങളുടെ ശരിയായ കിടപ്പ് മനസ്സിലാകും. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളുമെല്ലാം ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളാണെന്നാണ് ഹിന്ദുത്വ ആചാര്യൻ MS ഗോൾവൽക്കർ അണികളെ പഠിപ്പിച്ചിരിക്കുന്നത്. വിചാരധാരയിൽ ഗോൾവൽക്കർ ക്രിസ്ത്യാനികളെ പ്രത്യേകമായി തന്നെ പരാമർശിക്കുന്നുണ്ട്. ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ മതപ്രചാരണ പ്രവർത്തനങ്ങളിൽ മുഴുകുകയും ക്രിസ്തു മതത്തിൻ്റെ വ്യാപനത്തിനായുള്ള അന്താരാഷ്ട്ര പ്രസ്ഥാനത്തിൻ്റെ ഏജൻറ്റുമാരായി സ്വയം കണക്കാക്കുകയും ചെയ്യുന്നിടത്തോളം കാലം അവർ ഈ നാടിനോട്, ജനിച്ച ഭൂമിയോട് ഒരു കൂറും ഉള്ളവരായിരിക്കില്ല എന്നാണ് ഗോൾവൽക്കർ പറയുന്നത്. അവരുടെ പൂർവികരുടെ പൈതൃകവും സംസ്കാരവും അംഗീകരിക്കാത്തിടത്തോളം കാലം അവർ ഇവിടെ ശത്രുക്കളായി തുടരും. ശത്രുക്കളായേ അവരെ പരിഗണിക്കാൻ കഴിയൂ. ഈ വാചകങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട ജനക്കൂട്ടമാണ് ഇന്ന് ക്രൈസ്തവ വിശ്വാസികളെ രാജ്യത്തെമ്പാടും വേട്ടയാടുന്നത്. ക്രിസ്ത്യൻ സഭയുടെ സ്വത്ത് ലക്ഷ്യം വെച്ച് ഓർഗനൈസറിൽ വന്ന ലേഖനത്തിലെ പൊള്ളത്തരങ്ങൾ ചൂണ്ടിക്കാട്ടി സഭാപ്രമുഖരും അവരുടെ പ്രസിദ്ധീകരണങ്ങളുമൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ അത്തരം വസ്തുതകൾക്ക് ഹിന്ദുത്വ രാഷ്ട്രീയവുമായുള്ള ഇടപാടുകളിൽ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. ഏതൊന്നിനെയും വരുതിക്ക് കൊണ്ടുവരാനും സ്വന്തമാക്കാനും തെറ്റായ ചരിത്രങ്ങളും ചരിത്രരേഖകളും സൃഷ്ടിക്കാൻ മടിയില്ലാത്ത കൂട്ടമാണ് അപ്പുറത്തുള്ളത്. കൊളോണിയൽ കാലത്തെ എല്ലാ തെറ്റുകളും തിരുത്തുമെന്ന് പ്രഖ്യാപിച്ചവർക്ക് ആ പേരും പറഞ്ഞ് ഏതറ്റം വരെയും പോകുന്നതിന് ധാർമ്മികതയോ നിയമമോ ഭരണഘടനയോ തടസ്സമാകില്ല. കേരളത്തിൽ കാസയുടെ നിലപാട് പേറുന്ന ചില പുരോഹിതരും ക്രിസ്ത്യാനികൾ ഒരു കാലത്തും ആക്രമിക്കപ്പെടില്ല എന്ന കപട സുരക്ഷാ ബോധം പ്രസരിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണെന്ന് വിചാരിക്കുന്ന നിഷ്കളങ്കരുണ്ടെങ്കിൽ അവർ കേരളത്തിന് പുറത്തേക്കൊന്ന് കണ്ണോടിക്കണം. ജബൽപൂരും ഛത്തീസ്ഗഡും അടക്കം സമീപ ദിവസങ്ങളിലെ കേസുകൾ മാത്രം നോക്കൂ. പരസ്യമായ ആക്രമണത്തിന് ഹിന്ദുത്വർ മുതിരുന്നു എന്ന് മാത്രമല്ല, BJP ഭരണകൂടങ്ങൾ ആ ആക്രമണങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണവും ഉറപ്പാക്കുകയാണ്. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വികാരിമാരെ അടക്കം പരസ്യമായി ആക്രമിച്ച സംഭവത്തിൽ കേസെടുക്കാൻ പോലും സർക്കാർ തയ്യാറായില്ല. വിഷയം പാർലമെൻറ്റിലടക്കം പ്രതിഷേധമായി മാറിയതോടെ 4-ാം ദിനം കേസെടുത്തപ്പോൾ അതിൽ കാര്യപ്പെട്ട ഒരു വകുപ്പും ചേർക്കാതിരിക്കാൻ സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചു. നീതി തേടി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ആക്രമണത്തിന് ഇരയായ ക്രിസ്ത്യൻ പുരോഹിതർ. പോലീസിന് മുൻകൂർ
വെച്ചുണ്ടായ സംഭവത്തിൽ 4 ദിവസം കഴിഞ്ഞ് അതൊക്കെ പൊളിറ്റിക്കൽ പ്രഷറാണ്. അതൊക്കെ പക്ഷെ ഞങ്ങൾ അന്വേഷിക്കും ഏതൊക്കെ വകുപ്പാണെന്നൊക്കെ ഞങ്ങൾ അന്വേഷിക്കും. അല്ലെങ്കിൽ ഞങ്ങൾ സ്പോട്ടിൽ പോകും ഹൈക്കോടതി. പ്രശ്നം പഠിപ്പിച്ച ഒത്തിരി പേരുണ്ട് ഇവിടെ, സീനിയർ അഡ്വക്കേറ്റ്സ് ഒക്കെ. ഛത്തീസ്ഗഡിൽ വിദ്യാർത്ഥിയെ മതം മാറ്റാൻ ശ്രമിച്ചുവെന്നാരോപിച്ച് മലയാളി കന്യാസ്ത്രീയായ സിസ്റ്റർ ബിൻസിക്കെതിരെ മതപരിവർത്തന നിരോധന നിയമപ്രകാരം കേസെടുത്തത് കഴിഞ്ഞ ദിവസമാണ്. ഭരണഘടനയെ ഇന്ന് തകർക്കുന്ന രീതിയിൽ പല മേഖലകളിലായി തിരിച്ചുകൊണ്ട് ഇന്ന് ചിലരുടെ ആളുകളാക്കി മാറ്റി ജീവിക്കാൻ സമ്മതിക്കില്ല, വിശ്വാസം അർപ്പിക്കാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലേക്ക് പോവുകയാണ്. തീർച്ചയായും ഇത് അതാത് സംസ്ഥാനങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങൾ കാണേണ്ടതാണ്. ഇത് ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, വളരെ ആസൂത്രിതമായി പല സംസ്ഥാനങ്ങളിലും നടന്നു വരുന്നു. 2024 ഇന്ത്യയിലെ ക്രിസ്ത്യൻ ന്യൂനപക്ഷം വൻതോതിലുള്ള ആക്രമണങ്ങൾക്ക് ഇരകളായെന്ന് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വിവേചനത്തിൻ്റെയും അക്രമത്തിൻ്റെയും കേസുകൾ വർദ്ധിച്ചുവെന്ന് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യാസ് റിലീജിയസ് ലിബർട്ടി കമ്മീഷൻ പറയുന്നു. 2023 രേഖപ്പെടുത്തിയ 601 കേസുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2024 640 ആക്രമണ സംഭവങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ, പൊടുന്നനെ രൂപപ്പെടുന്ന സംഘർഷങ്ങൾ എന്ന നിലയിൽ നിന്ന് മാറി പല സംസ്ഥാനങ്ങളും ക്രിസ്ത്യാനികൾക്കെതിരെ വ്യവസ്ഥാപിതവും സംഘടിതവുമായ അതിക്രമങ്ങളുടെ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ശരാശരി 4-5 പള്ളികളോ സുവിശേഷ പ്രവർത്തകരോ എല്ലാ ദിവസവും ആക്രമിക്കപ്പെടുന്നു. ഞായറാഴ്ച പ്രാർത്ഥനകൾക്ക് നേരെ നടക്കുന്ന അക്രമങ്ങളും ഭീഷണിപ്പെടുത്തലും പ്രകോപനങ്ങളും മുമ്പത്തേതിനേക്കാൾ വർദ്ധിച്ചുവെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ആക്രമണങ്ങളുടെ അല്ലെങ്കിൽ വിവേചനങ്ങളുടെ കണക്കെടുത്താൽ ഉത്തർപ്രദേശാണ് ഒന്നാമത്. കഴിഞ്ഞ വർഷം 188 സംഭവങ്ങൾ യോഗി ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളും പിന്നാലെ പട്ടികയിലുണ്ട്. ക്രിസ്ത്യാനികൾക്കെതിരായ ആക്രമണത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞ വർഷം 4 കൊലപാതകങ്ങളുണ്ടായെന്ന് ഇവാഞ്ചലിക്കൽ ഫെലോഷിപ്പ് ഓഫ് ഇന്ത്യാസ് റിലീജിയസ് ലിബർട്ടി കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു. ഭീഷണിപ്പെടുത്തലോ പ്രാർത്ഥന തടയലോ ആക്രമിക്കലോ ഒക്കെയായി 255 കേസുകളാണ് വേറെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 129 അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. നശീകരണ പ്രവർത്തനങ്ങളുടെ സ്വഭാവത്തിൽ 41 കേസുകൾ ഉണ്ടായതായി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യാനികൾക്കും അവരുടെ സ്ഥാപനങ്ങൾക്കുമെതിരായ വിദ്വേഷ പ്രചരണവും ആക്രമണങ്ങളും ഒരു പരമ്പര പോലെ വർദ്ധിക്കുകയാണ്. നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പലായ മലയാളി കന്യാസ്ത്രീക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം മതപരിവർത്തനം, വിദ്വേഷ പ്രചാരണം പോലെയുള്ള കുറ്റങ്ങൾ ചുമത്തി കേസെടുത്തത്. അവരുടെ സ്ഥാപനത്തിനെതിരെയും വലിയ പ്രചാരണങ്ങൾ നടത്തുന്നു ഹിന്ദുത്വർ ഇപ്പോൾ. കഴിഞ്ഞ വർഷമാണ് ഛത്തീസ്ഗഡിലെ സുക്മയിൽ ഒരു കൂട്ടം ആളുകൾ ഒരു ക്രിസ്ത്യൻ കുടുംബത്തെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ ക്രിസ്ത്യൻ വിശ്വാസം ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെടുകയും ചെയ്തത്. വെറും ഭീഷണി മാത്രമല്ല, ഗ്രാമസഭ ആ കുടുംബത്തെ വിളിച്ചു വരുത്തി ഒരു അന്ത്യശാസനം തന്നെയും നൽകി. ക്രിസ്തുമതം ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അനന്തരഫലങ്ങൾ നേരിടാൻ തയ്യാറായിക്കോളൂ എന്നായിരുന്നു മുന്നറിയിപ്പ്. പക്ഷെ കുടുംബം ഭീഷണിക്ക് വഴങ്ങിയില്ല. ഹിന്ദുത്വ സംഘം അക്രമത്തിലേക്ക് കടന്നു. ഗൃഹനാഥന് ഗുരുതരമായി പരിക്കേറ്റു. ഇതോടെ ആ കുടുംബം അവരുടെ ഗ്രാമം തന്നെ ഉപേക്ഷിച്ച് പോകാൻ നിർബന്ധിതരായി. ഇത്തരം ഗുരുതര സ്വഭാവമുള്ള പ്രവണതകൾക്കെതിരെ നിയമപരമായ ഒരിടപെടലും ഫലപ്രദമായി നടക്കുന്നില്ല. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും അത് ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ഭരണഘടനാപരമായ അവകാശം അമർച്ച ചെയ്യുകയാണ് ഒരു കൂട്ടം വർഗീയവാദികൾ. ഭരണഘടനയെ തന്നെയും മറിച്ചിടുന്ന വിദ്വേഷ സംഘങ്ങൾക്ക് അഴിഞ്ഞാടാൻ കഴിയുന്നൊരു നാടായി നമ്മുടെ നാടിനെ മാറ്റിക്കഴിഞ്ഞു അവർ. ഉത്തരേന്ത്യയിൽ ക്രിസ്ത്യാനികൾ നേരിടുന്ന അക്രമത്തെക്കുറിച്ച് BJP നേതാക്കളോട് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരങ്ങളിലൊന്ന് കഴിഞ്ഞ വാരം നാം കണ്ടു. അത് PC ജോർജിൽ നിന്നായിരുന്നു. അമ്പലങ്ങളുടെ മുന്നിൽ പോയി തോന്നിയാസം കാണിച്ചാൽ ഇനിയും തല്ല് കിട്ടും എന്നായിരുന്നു ജോർജിൻ്റെ നിലപാട്. അവിടെ ക്ഷേത്രത്തെ പിന്നെ ചെന്ന് മര്യാദ കാണിച്ചു വർത്താനം പറയേണ്ട കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അടി കിട്ടിയെന്നിരിക്കും. മനസ്സിലായില്ലേ? അതിനകത്ത് അത് ക്രിസ്ത്യാനി, മുസ്ലിം, ഹിന്ദു ഒന്നുമില്ല. ഹിന്ദുവാണ്. ഇപ്പോൾ അരിതത്തപ്പള്ളിയുടെ പിന്നെ നിന്നിട്ട് ഷാലു പറയുക അരിതത്തപ്പള്ളി ഇരിക്കുന്ന കള്ളനാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടിമടിച്ചിരിക്കും. ഞാൻ തന്നെ അടിച്ചെന്നിരിക്കും. പഴകിയിട്ട് കാര്യമൊന്നുമില്ല. അത് മതവിശ്വാസം. ആ വിശ്വാസം തകർക്കുന്നുണ്ടെങ്കിൽ ആരും പ്രവർത്തിക്കാൻ പാടില്ല. പ്രവർത്തിച്ച് അങ്ങനെ സംഭവിച്ചെന്നിരിക്കും. സഹിച്ചോണ്ടാൽ മതി. അതായത് പോലീസിൻ്റെ മുന്നിൽ വെച്ച് ഒരു കൂട്ടം പുരോഹിതർ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ തെറ്റൊന്നുമില്ലെന്നും അതിന് കാരണമുണ്ടെന്നും വ്യാജമായി പറയുന്നു ജോർജ്. തല്ല് കിട്ടാൻ അവർ അർഹരാണ് എന്നതാണ് ജോർജിൻ്റെ പ്രതികരണത്തിലെ ധ്വനി. ഉത്തരേന്ത്യയിലെ ഹിന്ദുത്വ വിദ്വേഷ ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചാൽ മറ്റു നേതാക്കൾക്കും കൃത്യമായ ഉത്തരമൊന്നും തരാനുണ്ടാവില്ല. RSSൻ്റെ ആചാര്യന്മാരും
അവരുടെ മുഖമാസികകളും പലതവണയായി ക്രിസ്ത്യാനികൾക്കെതിരായ വിദ്വേഷം തുപ്പിയിട്ടുണ്ട്. അത് അവരുടെ നയത്തിൻ്റെ ഭാഗമാണ് എന്നിരിക്കെ ഇത്തരം ആക്രമണങ്ങളെയും അതിനെ സംരക്ഷിക്കുന്ന BJP സർക്കാരുകളെയും ഇവിടുത്തെ BJPക്കാർ എങ്ങനെ തള്ളിപ്പറയും? നോർത്ത് ഈസ്റ്റിൽ പലയിടത്തും മിഷണറിമാർ ആസൂത്രിതമായ മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നുവെന്നും നമ്മുടെ പാരമ്പര്യം ഭീഷണി നേരിടുന്നുവെന്നും പ്രസംഗിച്ച് അനുയായികളിൽ അരക്ഷിതബോധം വളർത്തുന്നതിൽ മോഹൻ ഭഗവത് അടക്കമുള്ള സംഘ നേതാക്കൾ കൃത്യമായ പങ്കാളിത്തം വഹിച്ചു പോന്നിട്ടുണ്ട്. BJP അധികാരത്തിലുള്ള നാടുകളിൽ അക്രമി സംഘങ്ങൾക്ക് വലിയ തോതിലുള്ള ഭരണകൂട പിന്തുണയും കിട്ടുന്നുണ്ട്. 90കൾ മുതൽ ഇങ്ങോട്ട് പരിശോധിച്ചാൽ അതിൻ്റെ തരംഗം തന്നെ കാണാം. 98-ൽ ഗുജറാത്തിലുണ്ടാക്കിയ കലാപത്തിൽ ആയിരക്കണക്കിന് ആളുകൾ അക്രമത്തിന് ഇരകളാക്കപ്പെട്ടു. നിരവധി ചർച്ചുകൾ അഗ്നിക്കിരയാക്കി. നൂറുകണക്കിന് ആളുകളാണ് തെക്കുകിഴക്കൻ ഗുജറാത്തിൽ നിന്ന് പലായനം ചെയ്തു പോയത്. 2007-ലും 2008-ലും ഒഡീഷയിലെ കാന്തമാലിലുണ്ടായ ആക്രമണങ്ങൾ രാജ്യം മറന്നിട്ടില്ല. അന്ന് നിരവധി ക്രിസ്ത്യൻ സെറ്റിൽമെൻറ്റുകൾക്കാണ് വർഗീയവാദികൾ തീ കൊടുത്തത്. 500,000-ലധികം പേരെ അക്രമികൾ വീടില്ലാത്തവരാക്കി മാറ്റിയെന്ന് കണക്കുകൾ പറയുന്നു. സർക്കാർ റിപ്പോർട്ട് പ്രകാരം 395 പള്ളികളും 5600-ലധികം വീടുകളും അഗ്നിക്കിരയാക്കുകയും 600-ലധികം ഗ്രാമങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 500-ലധികമാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതിലുമേറെയുണ്ടെന്ന് പറയുന്നു അനൗദ്യോഗിക കണക്കുകൾ. നിരവധി ക്രിസ്ത്യൻ കുടുംബങ്ങളെ ജീവനോടെ ചുട്ടരിച്ചു. ആയിരക്കണക്കിന് ആളുകളെ ഹിന്ദു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിർബന്ധിച്ചു. അല്ലാത്തവർ ഹീനമായ ആക്രമണങ്ങൾക്ക് ഇരകളാക്കപ്പെട്ടു. അക്രമത്തിനിടെ ഒരു കത്തോലിക്ക കന്യാസ്ത്രീയെ ജനക്കൂട്ടം കൂട്ടബലാത്സംഗം ചെയ്തു. തുടർന്ന് അവരെ അർദ്ധനഗ്നയായി റോഡിലൂടെ നടത്തിച്ചു. ജനക്കൂട്ടം അവരെ നഗ്നയാക്കാൻ ശ്രമിച്ചപ്പോൾ ഒരിടപെടലും നടത്താതെ നോക്കി നിന്ന പോലീസിനെയും ലോകം കണ്ടു. അതേ വർഷം തന്നെ കർണാടകയിലെ ക്രിസ്ത്യൻ പള്ളികൾക്കും പ്രാർത്ഥനാ ഹാളുകൾക്കും നേരെ ഹിന്ദു സംഘടനയായ ബജ്രംഗ് ദൾ ആക്രമണത്തിൻ്റെ മറ്റൊരു തരംഗം തീർത്തു. 2008 സെപ്റ്റംബർ 14-ന് മംഗലാപുരം, ഉടുപ്പി, ചിക്കമംഗളൂരു എന്നിവയുൾപ്പെടെ കർണാടകയിലെ വിവിധ ജില്ലകളിലായി 20ഓളം പള്ളികൾ തകർക്കപ്പെട്ടു. ഇതിനു പിന്നാലെ തമിഴ്നാട്ടിലും ക്രൈസ്തവ ചിഹ്നങ്ങളും പരസ്യ പ്രാർത്ഥനകളുമെല്ലാം ഭീഷണിയുടെ നിഴലിലായി. ഈറോഡ്, കരൂർ എന്നീ ജില്ലകളിൽ പള്ളികൾ ആക്രമിക്കപ്പെട്ടു. കൃഷ്ണഗിരിയിലും മധുരയിലും വിഗ്രഹങ്ങൾ തകർക്കുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തു. ക്രിസ്ത്യാനികൾക്കെതിരെ ഭയവും വിദ്വേഷവും ഉണർത്താൻ പോലീസ് പലയിടത്തും ഹിന്ദുത്വ സംഘങ്ങളുമായി ഒത്തുകളിക്കുന്നതായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അക്രമം, ഭീഷണി, ലൈംഗിക അതിക്രമങ്ങൾ, സാമ്പത്തികവും സാമൂഹികവുമായ ബഹിഷ്കരണം എന്നിവയ്ക്കെതിരെ പോലീസ് സാധാരണയായി കണ്ണടയ്ക്കുന്നുവെന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ആരോപണം. ചില ഞായറാഴ്ചകളിൽ മുൻകൂട്ടി ഭീഷണിപ്പെടുത്തിയ ശേഷം രാവിലെ പ്രാർത്ഥനായോഗങ്ങളിൽ വലിയ ജനക്കൂട്ടം കടന്നുകയറി അക്രമം സൃഷ്ടിക്കുന്നു. ചെറുസംഘങ്ങൾ ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ കൊടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇവയെല്ലാം ഭയന്ന് ഞായറാഴ്ചത്തെ പ്രാർത്ഥനാ ഒത്തുചേരലുകൾ ഒഴിവാക്കാൻ പോലും പലയിടത്തും വിശ്വാസികൾ നിർബന്ധിതരാകുന്നു. കേന്ദ്ര സർക്കാർ പാസാക്കിയ വഖഫ് നിയമ ഭേദഗതി സംഘപരിവാരത്തിൻ്റെ നിർണായകമായൊരു ചുവടുവയ്പ്പാണ്. ഇതൊരു ഹിന്ദുത്വ രാഷ്ട്രമാണെന്നും മറ്റെല്ലാവരുടെയും അവകാശങ്ങൾ പരിമിതമായിരിക്കണമെന്നുമുള്ള ആശയത്തിൽ നിന്നാണ് ഭൂമിയിൽ കൈകടത്താനുള്ള ഈ നീക്കങ്ങൾ. ന്യൂനപക്ഷങ്ങൾ കടന്നുകയറ്റക്കാരും വളഞ്ഞ വഴികളിലൂടെ ഇവിടുത്തെ ഭൂരിപക്ഷത്തിൻ്റെ സ്വത്ത് കൈക്കലാക്കിയവരുമാണെന്ന കഥകളാണ് പരിവാരം പുതിയ തലമുറയെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ തുടർച്ചയിലാണ് ഇത്തരം നിയമങ്ങൾ ഉണ്ടാവുന്നത്. കത്തോലിക്ക സഭയുടെ കയ്യിലിരിക്കുന്ന സ്കൂളുകളുടെയും കോളേജുകളുടെയും ആശുപത്രികളുടെയും കണക്ക് RSS മാസികയിൽ വരുന്നത് നിഷ്കളങ്കമല്ല, യാദൃച്ഛികവുമല്ല. ആ ഭൂമിയിലേക്കുള്ള കണ്ണ് വ്യക്തമാക്കുകയാണ് സംഘം. ലേഖനം പിൻവലിച്ചുവെങ്കിലും അതിലെ ഉള്ളടക്കം നിഷേധിക്കാനോ ചർച്ച് ബില്ല് പോലെയുള്ള ആശയങ്ങൾ വേണ്ടെന്ന് പറയാനോ RSSോ RSS മാസികയോ തയ്യാറാവുന്നില്ല. ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ അവകാശത്തിന് മേലെ കടന്നുകയറാൻ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിൽ BJP ഭരണകൂടങ്ങൾ ഒരു മടിയും വിചാരിക്കില്ലെന്ന് മനസ്സിലാക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയ മതപരിവർത്തന നിരോധന നിയമം മാത്രമെടുത്താൽ മതിയാവും. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 ഏതു മതവും സ്വതന്ത്രമായി വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഭരണഘടനാപരമായ അവകാശം നിർബന്ധിത മതപരിവർത്തനത്തിനുള്ള അനുമതിയല്ല. വശീകരണത്തിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ മതപരിവർത്തനം ചെയ്യുന്നവരെ ശിക്ഷിക്കാൻ ഇന്ത്യയിൽ മതിയായ നിയമങ്ങൾ ഉണ്ടെന്നിരിക്കെ മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ BJP സർക്കാരുകൾ നിയമമുണ്ടാക്കിയതിന് പിന്നിൽ പ്രത്യേക ലക്ഷ്യമുണ്ട്.
മതവും മതപരിവർത്തനവും കെട്ടുപോകാത്ത അഗ്നിയായി. പശുരക്ഷാ ഗൂണ്ടാ സംഘങ്ങളെ പോലെ മതപരിവർത്തന വിരുദ്ധ സംഘങ്ങളെ സൃഷ്ടിച്ചെടുക്കാനുള്ള അജണ്ട അതിലുണ്ട്. ഗോവധ നിരോധന നിയമത്തെ എങ്ങനെയാണ് ഗോരക്ഷാ സംഘങ്ങൾ ആക്രമണത്തിനുള്ള മറയാക്കുന്നത് എന്നതുപോലെ തന്നെയാണ് മതപരിവർത്തന നിരോധന നിയമവും പ്രവർത്തിക്കുക. മിഷണറി പ്രവർത്തനങ്ങളെ തടയുക, സുവിശേഷ പ്രവർത്തനങ്ങളെ ക്രിമിനൽ പ്രവർത്തനമായി ആരോപിക്കാനും നിയമ നടപടിയെടുക്കാനും കഴിയുന്ന സ്ഥിതി ഉണ്ടാക്കുക. ഇതാണ് മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ ഉദ്ദേശം. അതുവഴി ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങളുടെ മേലെ കത്തിവെക്കുക. ഇപ്പോൾ നോക്കൂ, ഓരോ വർഷവും മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ പേരിൽ വിവിധ സംസ്ഥാനങ്ങളിൽ അറസ്റ്റിലാകുന്നത് നിരവധി പേരാണ്. ഉത്തരേന്ത്യയിലെ സംഘപരിവാരം ആക്രമിക്കുന്നത് ചില പ്രത്യേക വിഭാഗം ക്രൈസ്തവരെ മാത്രമാണെന്നും ബാക്കിയുള്ളവരൊക്കെ സുരക്ഷിതരാണെന്നും കരുതുന്നവരുണ്ട്. അത്തരം വിചാരങ്ങളെ മുൻനിർത്തിയാണ് PC ജോർജുമാർ അക്രമികളെ പിന്തുണയ്ക്കുന്നത്. എന്നാൽ ഹിന്ദുത്വ വർഗീയവാദികൾക്ക് സഭ ഏതാണ്, പള്ളി ഏതാണ് എന്ന നോട്ടമൊന്നുമില്ലെന്ന് തിരിച്ചറിയണം. അവർ പാസ്റ്റർമാരെയും ആക്രമിക്കും, കന്യാസ്ത്രീകളെയും ആക്രമിക്കും, പെന്തക്കോസ്തു പള്ളിയും ആക്രമിക്കും, കത്തോലിക്ക സഭയുടെ സ്ഥാപനങ്ങളും തകർക്കും. ക്രിസ്ത്യാനിറ്റി എന്ന ആശയം തന്നെ ഇന്ത്യൻ പാരമ്പര്യത്തിന് എതിരാണെന്നാണ് ആചാര്യന്മാർ ഹിന്ദുത്വരെ പഠിപ്പിച്ചിരിക്കുന്നത്. മതവിശ്വാസത്തിനും പ്രബോധനത്തിനും എല്ലാവരെയും പോലെ ഭരണഘടനാപരമായ അവകാശമുള്ളവരാണ് ക്രിസ്ത്യൻ ന്യൂനപക്ഷവും. അവരെ ഭയപ്പെടുത്തിയും ആക്രമിച്ചും നിശബ്ദരാക്കുന്നത്, ആരാധനാ സ്വാതന്ത്ര്യം തടയുന്നത്, സ്വത്ത് പിടിച്ചെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നത് ഒരു ജനാധിപത്യ ബഹുസ്വര രാഷ്ട്രത്തിൻ്റെ മരണമണിയുടെ മുഴക്കമാണ്. ആത്യന്തികമായി ഒരു ഭയരാഷ്ട്രത്തിലേക്ക്, അതും കഴിഞ്ഞാലൊരു മതരാഷ്ട്രത്തിലേക്കുള്ള പോക്കാണത്. അത് തടയാനും ബഹുസ്വരങ്ങൾ ഉയർന്നു കേൾക്കുന്ന ഒരു നാടായി ഈ രാജ്യത്തെ നിലനിർത്താനും നമുക്കോരോരുത്തർക്കും ബാധ്യതയുണ്ട്. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.